Hi friends, welcome to Branch Accounts Part 8. In this video, we discuss a problem under data system. Problem number 6. Delhi head office supplies goods to its branch at Kanpur at an invoice price which is cost plus 50%. All cash received by branch is remitted to Delhi and all branch expenses are paid by the head office. From the following particulars related to Kanpur branch for the year 2014, prepare Kanpur branch account. Stock with branch on 1/1/2014 60,000. Branch details on 1/1/2014 rupees 12,000. Petty cash balance on 1/1/2014 rupees 100. ഇവിടെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രാഞ്ച് കാൺപൂർ ആണ്. കാൺപൂർ ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുക്കുന്നത് ഇൻവോയ്സ് പ്രൈസിലാണ്. ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്ലസ് 50% ആഡ് ചെയ്ത് വരുന്ന പ്രൈസാണ്. ബ്രാഞ്ച് റിസീവ് ചെയ്യുന്ന എല്ലാ ക്യാഷും ഹെഡ് ഓഫീസിലേക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ച് എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നത് ഹെഡ് ഓഫീസുമാണ്. ഇനി തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് നോക്കാം. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ്. ആദ്യം തന്നിരിക്കുന്ന ഓപ്പണിംഗ് ബാലൻസുകളാണ്. സ്റ്റോക്ക് വിത്ത് ബ്രാഞ്ച് 60,000, ബ്രാഞ്ച് ഡെറ്റേഴ്സ് 12,000, പെറ്റി ക്യാഷ് 100. ഓപ്പണിംഗ് ബാലൻസുകൾ തന്നിരിക്കുന്നു. നെക്സ്റ്റ്, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം HO 1,86,000. ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എമൗണ്ട് 1,86,000 ആണ്. ഗുഡ്സ് റിട്ടേൺ ടു HO rupees 3,000. ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അത് 3,000 ഗുഡ്സ് ആണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ക്രെഡിറ്റ് സെയിൽസ് ലെസ് റിട്ടേൺസ് rupees 84,000. അലവൻസ് ടു കസ്റ്റമേഴ്സ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓൾറെഡി അഡ്ജസ്റ്റഡ് വൈൽ ഇൻവോയ്സിംഗ് rupees 1,000. ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് rupees 90,000. ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെറ്റേഴ്സ് rupees 2,400. ഇവിടെ ക്രെഡിറ്റ് സെയിൽസ്, അതുപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെറ്റേഴ്സ്, ഇതൊക്കെ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായ ഇൻഫർമേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതൊന്നും കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ഐറ്റംസ് അല്ല ഇത് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് ആവശ്യമായ ഡീറ്റെയിൽസ് ആണ്. അലവൻസസ് ടു കസ്റ്റമേഴ്സ് ഓഫ് സെല്ലിംഗ് പ്രൈസ് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ബ്രാഞ്ച് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴോ ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴോ ഒന്നും അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്. നെക്സ്റ്റ്, എക്സ്പെൻസസ് ക്യാഷ് പെയ്ഡ് ബൈ HO. റെൻറ്റ് rupees 2,400. സാലറീസ് rupees 24,000. പെറ്റി ക്യാഷ് rupees 1,000. ടോട്ടൽ 27,400. എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് ഹെഡ് ഓഫീസ് ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നതാണ്. റെൻറ്റ്, സാലറി, പെറ്റി ക്യാഷ് എക്സ്പെൻസസ് ഇവയൊക്കെയാണ് ബ്രാഞ്ച് മീറ്റ് ചെയ്തിരിക്കുന്ന എക്സ്പെൻസുകൾ. ഇത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്ന ഐറ്റമാണ്. നെക്സ്റ്റ്, ക്യാഷ് സെയിൽസ് rupees 1,04,000. ക്യാഷ് സെയിൽസ് 1,04,000 ആണ്. ഇത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുന്ന ഐറ്റമാണ്. നെക്സ്റ്റ്, സ്റ്റോക്ക് വിത്ത് ബ്രാഞ്ച് ഓൺ 31/12/2014 അറ്റ് ഇൻവോയ്സ് പ്രൈസ് rupees 54,000. സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്, ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ്, പെറ്റി ക്യാഷ് ബാലൻസ് as on 31/12/2014 rupees 100. പെറ്റി ക്യാഷിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്.
ഇവിടെ ഓപ്പണിങ്ങിൽ തന്നിരുന്ന അസറ്റുകൾ സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, പെറ്റി ക്യാഷ് ഇവയാണ്. എന്നാൽ ക്ലോസിങ്ങിൽ തന്നിട്ടുള്ളത് സ്റ്റോക്കും പെറ്റി ക്യാഷും മാത്രമാണ്. ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ട് കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട് ആണ് ഫോർ ദി ഇയർ എൻഡഡ് 31 ഡിസംബർ 2014. നമ്മുടെ ബ്രാഞ്ച് അക്കൗണ്ടിൽ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും ഓപ്പണിംഗ് ബാലൻസുകൾ ബ്രാഞ്ച് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിലേക്ക് റെക്കോർഡ് ചെയ്യണം. ടു ബാലൻസ് ബ്രോഡൗൺ. ഇവിടെ ഓപ്പണിംഗിൽ എന്തൊക്കെ ആണ് അസറ്റുകൾ തന്നിരിക്കുന്നത് നോക്കാം. ബ്രാഞ്ച് സ്റ്റോക്ക് എമൗണ്ട് 60,000. ബ്രാഞ്ച് ഡെറ്റേഴ്സ് എമൗണ്ട് 12,000. നെക്സ്റ്റ് ബ്രാഞ്ച് പെറ്റി ക്യാഷ് എമൗണ്ട് 100. ഇത്രയാണ് നമുക്ക് ഓപ്പണിംഗ് ബാലൻസുകൾ തന്നിരിക്കുന്നത്. നമ്മൾ ഈ പ്രോബ്ലത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് കോസ്റ്റ് പ്ലസ് 50% ആണ് ഇവിടെ ഇൻഫ്ലേറ്റഡ് പ്രൈസ് ആയിട്ട് വരുന്നത്, ലോഡിങ് വരുന്നത് 50% ആണെന്ന് പറയുന്നുണ്ട്. ഇവിടെ കോസ്റ്റ് പ്ലസ് 50% ആണ്. അതായത് കോസ്റ്റിന്റെ 1/2 ആണ് ലോഡിങ്. വരുന്നത്. കോസ്റ്റിന്റെ 1/2 ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസിന്റെ 1/3 ആയിരിക്കും ലോഡിങ്. ഇവിടെ ലോഡിങ് വരുന്നത്. ഇവിടെ സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതുമ്പോൾ ഈ ലോഡിങ് 1/3 ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ വേണം. ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്ക് ഓപ്പണിംഗ് ബാലൻസ് വന്നിട്ടുണ്ട്. ഈ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വേണം 1/3 ലോഡിങ് ഇത് അഡ്ജസ്റ്റ് ചെയ്യണം. എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എവിടെയാണോ ഏത് സൈഡിലാണോ എൻട്രി ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. സ്റ്റോക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ട്രാൻസാക്ഷനുകൾക്കും ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഏത് സൈഡിലാണോ എൻട്രി റെക്കോർഡ് ചെയ്യുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിരിക്കും ഇതിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇനി ബാക്കി ട്രാൻസാക്ഷൻസ് നോക്കാം. ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ് ടു ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് എന്നാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. ടു ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച്. കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് എന്നാണ് എൻട്രി. എമൗണ്ട് 1,86,000. നെക്സ്റ്റ് ഗുഡ്സ് റിട്ടേൺഡ് ടു HO. ഹെഡ് ഓഫീസിലേക്ക് ഈ കൊണ്ടുവന്ന 1,86,000 ഗുഡ്സിന്റെ കുറച്ച് ഭാഗം ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ച് തിരിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും റിട്ടേൺഡ് എൻട്രി വരുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായിരിക്കും എൻട്രി വരുന്നത്. ബൈ ഗുഡ്സ് സെന്റ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. എമൗണ്ട് നമുക്ക് നോക്കാം. 3,000. എമൗണ്ട് 3,000. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഹെഡ് ഓഫീസിൽ നിന്ന് ഈ കറണ്ട് ഇയറിൽ, അതായത് 2014 എന്ന ഇയറിൽ കൊണ്ടുവന്ന ഗുഡ്സിന്റെ ബ്രാഞ്ചിലേക്ക് കൊണ്ടുവന്ന ഗുഡ്സിന്റെ വാല്യൂ ആണ് 1,86,000. ഇവിടെയും ഈ പറയുന്ന ലോഡിങ് ഇലമെന്റ് ഉണ്ട്. ലോഡിങ് എമൗണ്ടൂടെ, അതായത് ഇൻഫ്ലേറ്റഡ് പ്രൈസൂടെ ആഡ് ചെയ്തുള്ള എമൗണ്ട് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്രാഞ്ചിന് എത്രയാണ് ഇവിടെ വന്നിരിക്കുന്ന ഗുഡ്സിനുള്ള ലോഡിംഗ് എന്നൊന്നും അറിയാൻ പറ്റില്ല. ഹെഡ് ഓഫീസാണ് ഇവിടെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ ബ്രാഞ്ച് റിട്ടേൺ ചെയ്യുന്ന ഗുഡ്സ്, ബ്രാഞ്ച് ഹെഡ് ഓഫീസിലേക്ക് തിരിച്ചു കൊടുക്കുന്ന ഗുഡ്സ് 3,000 അതിനകത്തും ലോഡിങ് ഉണ്ട്. അപ്പം സ്റ്റോക്കിനകത്തും ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചിലും ലോഡിങ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമുക്ക് ബാക്കി ട്രാൻസാക്ഷൻസിലേക്ക് പോവാം. ക്രെഡിറ്റ് സെയിൽസ് ലെസ് റിട്ടേൺസ് അതൊക്കെ നമുക്ക് തന്നിരിക്കുന്നത് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ്. നമുക്ക്
ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് പോകാം. ക്യാഷ് സെയിൽസ് ബൈ ബാങ്ക്, ബൈ ബാങ്ക്, ക്യാഷ് സെയിൽസ് എമൗണ്ട് 1,04,000, എമൗണ്ട് 1,04,000. നെക്സ്റ്റ് ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 90,000. ഇത് നമ്മൾ സാധാരണയായിട്ട് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഏറ്റവും ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ്. ബൈ ബാങ്ക്, ബാങ്കിനകത്ത് വരുന്നത് ക്യാഷ് സെയിൽസ്. ഡെറ്റേഴ്സ് ഉള്ള കേസിലാണെങ്കിൽ, അതായത് ക്രെഡിറ്റ് സെയിൽസ് ഉള്ള കേസിലാണെങ്കിൽ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്. ഈ രണ്ട് കാര്യങ്ങളാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലേക്ക് പോകാം. ബ്രാഞ്ച് സ്റ്റോക്കിന്റെ, അതായത് ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ഓപ്പണിംഗ് ബാലൻസിന്റെ ലോഡിങ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് വഴിയായിട്ടാണ്. ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നപ്പോഴും സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് വഴിയായിട്ടാണ്. ഇവിടെ നമുക്ക് ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യാം ബൈ സ്റ്റോക്ക് റിസർവ്, ലോഡിങ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക്. ലോഡിങ് ഇൻ ഓപ്പണിംഗ് സ്റ്റോക്ക് എമൗണ്ട് എത്രയാണ്? 60,000 ഇൻറ്റു 1/3 ആണ് ലോഡിങ്. ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡിങ് എന്ന് പറയുന്നത് എമൗണ്ട് 20,000. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ലോഡിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇനി ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യണം. ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ചിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് സ്റ്റോക്ക് റിസർവ് എന്നല്ല എഴുതുന്നത്, ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് എന്ന് തന്നെയാണ് എഴുതുന്നത്. ബൈ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച്, ബ്രാക്കറ്റിൽ ലോഡിങ് ഇൻ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച്. എമൗണ്ട് 1,86,000 ഇൻറ്റു 1,86,000 ഇൻറ്റു 1/3. 1,86,000 ഇൻറ്റു 1/3 എത്രയാണ് എമൗണ്ട് വരുന്നത്? 62,000. എമൗണ്ട് 62,000. ഇനി ഇവിടെ റിട്ടേണിന്റെ നമ്മൾ എൻട്രി റെക്കോർഡ് ചെയ്തായിരുന്നു. 3,000ന്റെ ഗുഡ്സ് ഹെഡ് ഓഫീസിലേക്ക് റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ടു ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച്, ലോഡിങ് ഇൻ റിട്ടേൺ. ലോഡിങ് ഇൻ റിട്ടേൺസ് എത്രയാണ്? 3,000 ഇൻറ്റു 1/3. 1,000 ലോഡിങ് എമൗണ്ട് വരുന്നു. ഇനി നമുക്ക് എക്സ്പെൻസ് പേയ്മെന്റിന്റെ എൻട്രീസ് റെക്കോർഡ് ചെയ്യാം. എക്സ്പെൻസ് പേയ്മെന്റ് എൻട്രി വരുന്നത് കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്നാണ്. ടു ബാങ്ക് എന്ന് എഴുതാം. ടു ബാങ്ക്. ഇവിടെ എക്സ്പെൻസുകൾ ഏതൊക്കെയാണ്? റെന്റ് 2,400. റെന്റ് 2,400. സാലറീസ് rupees 24,000. പെറ്റി ക്യാഷ് എക്സ്പെൻസസ്. പെറ്റി ക്യാഷ് നയിക്കുന്ന പെറ്റി എക്സ്പെൻസുകളാണ്. പെറ്റി ക്യാഷ് 1,000. ഇത്രയും എക്സ്പെൻസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്ലോസിംഗ് ബാലൻസുകളാണ് റെക്കോർഡ് ചെയ്യാനായിട്ടുള്ളത്. ക്ലോസിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യുന്നത്, അസറ്റിന്റെ ക്ലോസിംഗ് ബാലൻസുകൾ എപ്പോഴും റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ഓപ്പണിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യുന്നത് ഡെബിറ്റ് സൈഡിലായതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ക്ലോസിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കൊടുക്കാം. ബൈ
ബാലൻസ് ക്യാരി ഡൗൺ, ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് ഓപ്പണിങ്ങിലുള്ള അതേ അസറ്റുകളൊക്കെ തന്നെ ക്ലോസിംഗിലും ഉണ്ടായിരിക്കണം സാധാരണ രീതിയിൽ. അതേസമയം എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻ തരികയാണെങ്കിൽ മാത്രം നമുക്ക് അതനുസരിച്ച് ക്ലോസിംഗ് ബാലൻസ് എടുക്കാവുന്നതാണ്. ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്കിന്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ബ്രാഞ്ച് സ്റ്റോക്ക് എമൗണ്ട് 54,000 ആണ്. ബ്രാഞ്ച് സ്റ്റോക്ക് എമൗണ്ട് 54,000. ബ്രാഞ്ച് പെറ്റി ക്യാഷ് 100. ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ എമൗണ്ട് നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അത് നമ്മൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് നമുക്കിവിടെ ഒരു മോഡൽ വരയ്ക്കാം. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് എന്ന് പറയുന്നത് അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഓപ്പണിംഗ് ബാലൻസ് വരുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ടു ബാലൻസ് ബ്രോ ഡൗൺ. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് വന്നിരിക്കുന്ന എമൗണ്ട് 12,000 എടുത്തെഴുതാം. 12,000. ഇനി വരുന്നത് ക്രെഡിറ്റ് സെയിൽസ് ആണ്. ടു സെയിൽസ് ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യാം. ക്രെഡിറ്റ് സെയിൽസ് റെക്കോർഡ് ചെയ്യേണ്ട എമൗണ്ട് ക്വസ്റ്റ്യൻ നേരിട്ട് വന്നിട്ടുണ്ട്. 84,000. നെക്സ്റ്റ് ബൈ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് ആണ്. 90,000 ക്വസ്റ്റ്യൻ നേരിട്ട് തന്നിട്ടുള്ള എമൗണ്ട് ആണ്. 90,000. ബൈ ഡിസ്കൗണ്ട് 2,400. അതും ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുള്ള ഫിഗറാണ്. 2,400. ക്വസ്റ്റ്യനിൽ നമുക്ക് അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിട്ട് ക്രെഡിറ്റ് സെയിൽസ്, അതുപോലെ തന്നെ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ഡിസ്കൗണ്ട് അലൗഡ് ടു ഡെറ്റേഴ്സ് ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അലവൻസ് ടു കസ്റ്റമർ ഓഫ് സെല്ലിംഗ് പ്രൈസ് എന്നൊരു ഭാഗം കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അവിടെ അത് ഓൾറെഡി അഡ്ജസ്റ്റഡ് ബൈ ഇൻവോയ്സിംഗ് എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡെറ്റേഴ്സ് അക്കൗണ്ടിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതൊഴികെ ഡെറ്റേഴ്സ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ എടുത്തു. ഓപ്പണിംഗ് ബാലൻസ്, അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസ്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ്, ഡിസ്കൗണ്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തു. ഇനി അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യാം, ബാലൻസ് ചെയ്യാം. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കൂടുതൽ. 96,000 ടോട്ടൽ കൊടുത്തു. 96,000. ഇനി നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബൈ ബാലൻസ് ക്യാരി ഡൗൺ. ഡെറ്റേഴ്സിന്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. എമൗണ്ട് 3,600 ആണ്. 3,600. ഈ 3,600 എടുത്ത് നമുക്ക് ഇവിടെ എഴുതാം. 3,600 കൊടുത്തു. ഇനി നമുക്ക് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ബാക്കി എൻട്രീസ്, ക്ലോസിംഗ് ബാലൻസുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലോസിംഗിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് പെറ്റി ക്യാഷ്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്. ഇവിടെ ബ്രാഞ്ച് സ്റ്റോക്കിന് ക്ലോസിംഗ് ബാലൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ആ ക്ലോസിംഗ് ബാലൻസിൽ എന്തുണ്ട്? ലോഡിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ലോഡിങ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ആ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട എപ്പോഴും എവിടെയായിരിക്കും? ബ്രാഞ്ച് സ്റ്റോക്കിന്റെ ക്ലോസിംഗ് ബാലൻസ് കൊടുത്തേക്കുന്നത് ബ്രാഞ്ച് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ട് അതിന്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ഡെബിറ്റ് സൈഡിലാണ്. ടു സ്റ്റോക്ക് റിസർവ് എന്നാണ് കൊടുക്കേണ്ടത്. ടു സ്റ്റോക്ക് റിസർവ് 54,000 into 1/3 എത്രയാണ് കിട്ടുന്നത്? 18,000. ഇവിടെ സ്റ്റോക്ക് റിസർവ് കിട്ടി. ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ലോഡിംഗ് ഇൻ
ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക്, ലോഡിംഗ് ഇൻ ക്ലോസിംഗ് സ്റ്റോക്ക് 18,000 കിട്ടി. ഇനി നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇവിടെ ഏത് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ വരുന്നത് നോക്കാം. ഇവിടെ ടോട്ടൽ കൂട്ടുമ്പോൾ എമൗണ്ട് കൂടുതൽ വരുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് ടോട്ടൽ വരുന്നത് 3,36,700 ആണ്. 3,36,700 ആണ്. 3,36,700. അതേ ടോട്ടൽ തന്നെ ഡെബിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതി. ഇനി അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അക്കൗണ്ടിന് ബാലൻസ് വരുന്നത് 32,200. 32,200 ബാലൻസിങ് ഫിഗർ ആണ്. ഈ ബാലൻസ് ഇവിടെ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറയുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. ഈ നോമിനൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് ബാലൻസ് വന്നതുകൊണ്ട് തന്നെ ബാലൻസിങ് ഫിഗർ വരുന്ന ഡെബിറ്റ് സൈഡിലാണ്. ഈ ഡെബിറ്റ് സൈഡിൽ വരുന്ന ബാലൻസ് സൂചിപ്പിക്കുന്നത് പ്രോഫിറ്റിനെയാണ്. ഈ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹെഡ് ഓഫീസിന്റെ P&L അക്കൗണ്ടിലേക്കാണ്. ടു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഈ എമൗണ്ട് കൊടുക്കാം. ഈ എമൗണ്ട് P&L അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമുക്ക് ആൻസേഴ്സ് ഒന്നുകൂടി നോക്കാം. കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st December 2014. കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോ ഡൗൺ, ഓപ്പണിംഗ് ബാലൻസുകളാണ് ബ്രാഞ്ച് സ്റ്റോക്ക്, ബ്രാഞ്ച് ഡെറ്റേഴ്സ്, ബ്രാഞ്ച് പെറ്റി ക്യാഷ്. ഈ 3 ബ്രാഞ്ച് അസറ്റുകളുടെയും ഓപ്പണിംഗ് ബാലൻസുകൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ അതേപടി തന്നെ കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു. ടു ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് ₹1,86,000 ആണ്. ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് കൊടുത്ത പ്രൈസാണ്. ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാങ്ക് അക്കൗണ്ട്, ക്യാഷ് സെയിൽസ് 1,04,000, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 90,000. രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇനി ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 60,000 ആണ്. അതിൽ ലോഡിങ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ലോഡിങ് എന്ന് പറയുന്നത് ഇവിടെ 50% ഓൺ കോസ്റ്റ് ആണ്. അതായത് 1/2 ഓൺ കോസ്റ്റ് ആണ്. 1/2 ഓൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 1/3 ഓൺ സെയിൽസ് പ്രൈസ് ആണ്. അതായത് 60,000ൻ്റെ 1/3 ആണ് 20,000. എപ്പോഴും ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ബൈ സ്റ്റോക്ക് റിസർവ് എന്ന അക്കൗണ്ട് വഴിയാണ്. ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഡെബിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ബൈ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞ് ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. അതിന് താഴെ ബൈ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് കൊടുത്തിട്ടുള്ള ഗുഡ്സിൻ്റെ പ്രൈസാണ് 1,86,000. അതിന് മേലുള്ള ലോഡിംഗ് ആണ് 1,86,000ൻ്റെ 1/3 ആണ് ലോഡിംഗ് എന്ന് പറയുന്നത്. അത് 62,000 ആണ്. ഇനി ബൈ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് റിട്ടേൺസ് ആണ്. ഹെഡ് ഓഫീസിൽ നിന്ന് കിട്ടിയ ഗുഡ്സ് 1,86,000 ആണ്. അതിൽ നിന്ന് 3,000ൻ്റെ ഗുഡ്സ് ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ച് തിരിച്ച് റിട്ടേൺ ചെയ്തു. അതാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ബൈ ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച്. ആ 3,000ൻ്റെ ഗുഡ്സ് റിട്ടേൺ ചെയ്തതിലും ലോഡിംഗ് ഉണ്ട്. അത് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള ഡെബിറ്റ് സൈഡിലാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ടു ഗുഡ്സ് ആൻഡ് ഡ്യൂ ബ്രാഞ്ച് ലോഡിംഗ് റിട്ടേൺ ആണ്. 3,000 ഇൻറ്റു 1/3 ആണ്. 1,000 ആണ് എമൗണ്ട് വന്നിരിക്കുന്നത്. ഇനി ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് എക്സ്പെൻസുകൾ പേയ്മെൻറ്റ് നടത്തിയിരിക്കുന്നതാണ്. റെൻറ്റ്, സാലറീസ്, പെറ്റി ക്യാഷ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. ഇനി ക്ലോസിംഗ് ബാലൻസുകൾ റെക്കോർഡ് ചെയ്യുന്നത് ബൈ ബാലൻസ് ക്യാരി ഡൗൺ, ബ്രാഞ്ച് സ്റ്റോക്ക് 54,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബ്രാഞ്ച് പെറ്റി ക്യാഷ് 100, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ബാലൻസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നമ്മൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ടു ബാലൻസ് ബ്രോ ഡൗൺ, ഓപ്പണിംഗ് ബാലൻസ് ആണ്. ടു ക്രെഡിറ്റ് സെയിൽസ് 84,000 ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. ബൈ ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് 90,000 ആണ്. ബൈ ഡിസ്കൗണ്ട് 2,400. ബൈ ബാലൻസ് ക്യാരി ഡൗൺ ബാലൻസിങ് ഫിഗർ
3600 ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ്. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന അലവൻസ് ടു കസ്റ്റമർ ബ്രാഞ്ച് ഡെറ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മളത് ഇവിടെ എടുക്കുന്നില്ല. ഇവിടെ കിട്ടിയ ബ്രാഞ്ച് ഡെറ്റേഴ്സിൻ്റെ ക്ലോസിംഗ് ബാലൻസ് നമ്മുടെ കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് എടുത്തെഴുതി. ബ്രാഞ്ച് ഡെറ്റേഴ്സിന് നേരെ എടുത്തെഴുതി 3600. ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് 54,000 ആണ്. ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസിലും ലോഡിങ്ങിൻ്റെ ഇലമെൻ്റ് ഉണ്ട്, അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ബ്രാഞ്ച് സ്റ്റോക്കിൻ്റെ ക്ലോസിംഗ് ബാലൻസ് റെക്കോർഡ് ചെയ്തത് ബ്രാഞ്ച് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടുള്ള ഡെബിറ്റ് സൈഡിലാണ്. ടു സ്റ്റോക്ക് റിസർവ് എന്നാണ് നമ്മൾ ലോഡിങ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എഴുതുന്നത്. 54,000 ഇൻറ്റു 1/3 ആണ് 18,000. ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്തിരിക്കുന്നു, ടോട്ടൽ ചെയ്തിരിക്കുന്നു. ബ്രാഞ്ച് അക്കൗണ്ട് നോമിനൽ അക്കൗണ്ടാണ്. ഇവിടെ കാൺപൂർ ബ്രാഞ്ച് അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിരിക്കുന്നത്. ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് കൂടുതൽ. ബാലൻസ് വന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. പ്രോഫിറ്റിനെയാണ് ബാലൻസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഹെഡ് ഓഫീസിൻ്റെ P&L അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ട് ടു P&L അക്കൗണ്ട് എന്ന് പറഞ്ഞാണ് നമ്മുടെ ബാലൻസിങ് ഫിഗർ കാണിക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.